Our next topic is Internet and www. Actually, Internet is a network of computers through which we are able to connect all over the world. So, with the help of the invention of Internet, the accessibility level is അൺലിമിറ്റഡ്. നമുക്ക് എവിടെ വരെ വേണമെങ്കിലും ഡാറ്റ ആക്സസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഇൻ്റർനെറ്റ്. എന്നാൽ പൊതുവേ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ഇൻ്റർനെറ്റും WWW എല്ലാം സെയിം ആണ്. അല്ല, WWW എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബാണ്. അത് ടിം ബേർണേഴ്സ് ലീ ആണ് അതിൻ്റെ പിന്നിൽ അത് ഡെവലപ്പ് ചെയ്ത ആൾ. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഒരുപാട് വെബ്സൈറ്റുകളെ ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്യിക്കാൻ ഈ വേൾഡ് വൈഡ് വെബ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംവിധാനത്തിലൂടെയാണ് നമുക്ക് പലതരത്തിലുള്ള നെറ്റ്വർക്ക്സ് ഉണ്ടാക്കാൻ സാധിച്ചത്. ലൈക്ക് നമുക്ക് പറയാം പാൻ, ലാൻ, വാൻ, മാൻ. അപ്പോൾ ഈ പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ ഒരു മൊബൈൽ ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഡേറ്റ ട്രാൻസ്ഫറിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ലാൻ എന്ന് പറഞ്ഞാൽ ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ വിത്തിൻ എ ബിൽഡിംഗ് വി ആർ ഏബിൾ ടു connect the systems and work with it. പിന്നെ അത് കഴിഞ്ഞ് വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഓൾ ഓവർ ദ വേൾഡ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇൻ്റർനെറ്റാണ് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ. പിന്നെ അതുപോലെ മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ സിറ്റി, ആ സിറ്റി ലിമിറ്റിലൂടെ നമുക്കതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമാണ്. ഇനി ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? നമുക്കിത് കണക്ട് ചെയ്യാൻ എങ്ങനെ പറ്റുന്നു? വയേർഡ് മീഡിയ ഉണ്ട്, വയർലെസ് മീഡിയ ഉണ്ട്. വയേർഡ് മീഡിയ എന്ന് പറയുമ്പോൾ കേബിൾസ് വഴി, വയർലെസ് മീഡിയ എന്ന് പറഞ്ഞു നമുക്കറിയാം അവിടെ നമുക്ക് ആ ഒരു വയർ എന്നുള്ളൊരു സാധനം തന്നെ ഇല്ലാതെ നമ്മൾ റേഡിയോ വേവ് വഴി മൈക്രോവേവ് വഴിയൊക്കെ നമുക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഇനി മെയിൻലി ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഒരു ഇൻ്റർനെറ്റ് കണക്ഷനാണ്. സോ വി ഷുഡ് ഹാവ് ആൻ ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഐദർ ഇൻ മൊബൈൽ ഓർ ഇൻ കമ്പ്യൂട്ടർ. ഇഫ് വി ആർ ഏബിൾ ടു ആക്സസ് ഇറ്റ്. ഈ ഒരു രീതിയിലൂടെയാണ് നമ്മളിതിനെ വർക്ക് ചെയ്യിക്കുന്നത്. ഇനി ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത നെറ്റ്വർക്കിന് പറയുന്ന പേര് അർപ്പാനെറ്റ് എന്നാണ്. അത് US-ലാണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു അർപ്പാനെറ്റ് ഡെവലപ്പ് ചെയ്ത് അത് സക്സസ്ഫുള്ളായി. അതോടൊപ്പം തന്നെ WWW വന്നപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു പുതിയ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നെറ്റ്വർക്ക് ടെക്നോളജീനെ ഉയർത്തി. അങ്ങനെയാണ് അത് ഇൻ്റർനെറ്റ് എന്ന ഫെസിലിറ്റിയിലേക്ക് എത്തിയത്, വിച്ച് മീൻസ് ഇൻ്റർ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ലെവലിലേക്ക്, അതായത് ഒരു ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം ഇല്ലാതെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ദിസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം ഫെസിലിറ്റീസ് വിച്ച് ആർ ഓഫേർഡ് ബൈ ദ ഇൻ്റർനെറ്റ്.